രാജ്, കേരളത്തിനെതിരെയുള്ള ഈ വിദ്വേഷ പ്രചാരണത്തെ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? ഈ ചിത്രത്തെയും ഇത് മലയാളികളെ അപകീർത്തിപ്പെടുത്തുന്നതായതുകൊണ്ട് ദേശീയ അവാർഡ് കൊടുത്ത് പുരസ്കരിക്കുമോ? അഭിലാഷ് ഇവിടെ ഇരിക്കുന്നത് ആങ്കർ ആയിട്ടാണോ അതോ പഴയ മീഡിയ വണിന്റെ പ്രതിനിധിയായിട്ടാണോ എന്ന് എനിക്കൊരു സംശയം. മാതൃഭൂമിയുടെ പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള സംശയമൊന്നും വേണ്ട. ആണല്ലോ, ഓക്കെ, മനസ്സിലായി. അല്ല, എനിക്ക് നിങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ തോന്നിയതാണ്. ഒന്ന് ഈ സിനിമ ഇറങ്ങിയിട്ടില്ല, സിനിമ റിലീസ് ആവാൻ വേണ്ടിട്ട് പോകുന്നേ ഉള്ളൂ. കേരളത്തെ അപമാനിക്കാനാണോ ഈ സിനിമ എന്നുള്ളത്? സിനിമ ആ ട്രെയിലർ ഉണ്ടോ? ആ ട്രെയിലർ കണ്ടിട്ട് കേരളത്തെ അങ്ങോട്ട് അപമാനിച്ചു കളയും. ഇനി കേരളത്തെ അപമാനിക്കുന്ന ഒരു സിനിമയ്ക്ക് ദേശീയ അവാർഡ് കൊടുക്കും നിങ്ങൾ എങ്ങനെയാ പറയാ? ഈ സിനിമയുടെ കണ്ടന്റ് എന്താണ്? ഒന്ന്, ഈ സിനിമ നിർമ്മിച്ചത് ഞങ്ങളല്ല, സിനിമ സംവിധാനം ചെയ്തത് ഞങ്ങളല്ല. പിന്നെ ഈ സിനിമയുടെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോ? ആ അഭിപ്രായത്തെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും എല്ലാം കൂടെ കൂടിയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പറയുന്നതാണ് എന്താണ്, ഈ കേന്ദ്ര സർക്കാർ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല. സത്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാനതിന്റെ എക്സാക്ട് വാക്കുകൾ വായിക്കാം. എന്താ നോക്ക്. നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ലവ് ജിഹാദ് എന്ന പദം നിർവചിച്ചിട്ടില്ല. കേന്ദ്ര ഏജൻസികളൊന്നും ഇത്തരത്തിൽ ലവ് ജിഹാദ് റിപ്പോർട്ടില്ല. എന്നിരുന്നാലും കേരളത്തിൽ നിന്നുള്ള മിശ്ര വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട 2 കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. അഖില അശോകന്റെയും 2 സോണിയ സെബാസ്റ്റ്യന്റെയും കേസുകൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ലവ് ജിഹാദിന് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള നിർബന്ധിത പ്രണയം നടിച്ചുള്ള മതപരിവർത്തനത്തിന് കേരളത്തിലെ പ്രചരണമാണ്. തൊണ്ട വിടാതെ വിശ്വസിക്കാൻ സൗകര്യമില്ല അഭിലാഷ്. വിശ്വസിക്കണ്ട, മലയാളികളും കേൾക്കുന്നേ. മൊത്തക്കച്ചവടം നിങ്ങൾ എടുക്കേണ്ട. മലയാളികളുടെ മൊത്തക്കച്ചവടം. ദേശീയായ മുഹമ്മദ് റിയാസാണ് 1-ാം പ്രതി. ബംഗളൂരുവിൽ പഠിക്കുന്ന സമയത്താണ് യുവതിയെ പരിചയപ്പെട്ടത്. പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് റിയാസ് വരുതിയിലാക്കി രഹസ്യമായി ചിത്രീകരിച്ച സ്വകാര്യ നിമിഷങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി മതം മാറ്റി. മുഹമ്മദ് റിയാസിന്റെ അടുത്ത ബന്ധുവാണ് ഫയാസ്. എന്താണ്? രഹസ്യമായി ചിത്രീകരിച്ച സ്വകാര്യ നിമിഷങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി മതം മാറ്റി. മനസ്സിലായോ? കഴിഞ്ഞില്ല. ബാക്കി വായിച്ചു തരാം. വ്യാജരേഖകൾ നിർമ്മിച്ച് സന്ദർശന വിസയിൽ ഇരുവരും സൗദിയിലേക്ക് പോയി. സിറിയയിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പെൺകുട്ടിയുടെ പരാതി. കേരളത്തിൽ എറണാകുളത്ത് പറവൂര് നടന്നതാണ്. ഇതെന്താ അഭിലാഷ്? ഇതെന്താ? പ്രണയിച്ചു, പ്രണയം നടിക്കുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, പറയട്ടെ, ചിത്രീകരിക്കുന്നു. ആ ചിത്രീകരിച്ചതിന്റെ പേരിൽ ആ ചിത്രങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നു. മതം മാറ്റിയിട്ട് സൗദിയിലേക്ക് വ്യാജരേഖകൾ ചമച്ചു പോകുന്നു. അവിടെ നിന്ന് സിറിയയ്ക്ക് പോകാൻ വേണ്ടിട്ട് പറയുന്നു. എന്താ ഇത്? എന്താ അഭിലാഷ് ഇത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഉണ്ട ഉരുളയ്ക്ക് ഉചിതം കാട്ടാത്തവനോട് കർത്താവ് പോലും പൊറുക്കൂലടാ.